ധർമ്മേന ച സവൈരാഘവനാർമൂലധർമ്മത്വം. നരേന്ദ്രമോദി രാജ്യത്തിന്റെ പല ഭാഗത്തും പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപായി ക്ഷേത്ര ദർശനം നടത്തിയപ്പോഴും മറ്റു പല പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം നമ്മളൊക്കെ കണ്ടതാണ്. ആ ഒരു സ്വീകരണത്തിനിടയിൽ അദ്ദേഹത്തെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ആശീർവദിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഈ ആശീർവാദം എന്ന് പറയുന്നത് അതൊരു ശ്ലോകമാണ്. ആ ശ്ലോകം കൗസല്യയുടെ പുത്രൻ രാമൻ വനവാസത്തിലേക്ക് പോകുമ്പോൾ രാമനെ ആശീർവദിക്കുന്ന ശ്ലോകമാണ്. രാമനെ പോലെ തന്നെ രാജ്യത്തെ രക്ഷിക്കാൻ രാമന്റെ ഒരു സ്ഥാനം മോദിക്ക് സാധാരണക്കാരായ ജനങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങൾ, ഭാരതീയർ നൽകിക്കഴിഞ്ഞു എന്നതിന്റെ മറ്റൊരു തെളിവ് കൂടിയാണിത്. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ വൈറലാണ്. ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ശരിക്കും വളരെയധികം ബഹുമാനം തോന്നി. അദ്ദേഹം ചെയ്യുന്ന പല കാര്യങ്ങൾക്കും എതിരഭിപ്രായമുള്ളവർ ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാ കാര്യങ്ങളോടും അനുകൂല മനോഭാവമുണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുന്നുമില്ല. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന ചില കാര്യങ്ങളോട് പ്രത്യേക ആരാധന എല്ലാവർക്കും ഉള്ളതുപോലെ ഉള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹത്തോടുള്ള ബഹുമാനം സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വളരെയധികം വിമർശനങ്ങൾ അദ്ദേഹം കേൾക്കുമ്പോഴും അതിൽ തെല്ലും കുലുങ്ങാതെ മുന്നോട്ട് പോയി രാമക്ഷേത്രം എന്ന ആ ഒരു വാഗ്ദാനം പാലിക്കപ്പെട്ട കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അവിടെ രാമന്റെ അചഞ്ചലമായ ആ ഒരു ഭരണ നിർവഹണം തന്നെയാണ് നരേന്ദ്രമോദി തന്റെ ആ ഒരു പ്രവൃത്തിയിലൂടെ കാണിച്ചത് എന്ന വിലയിരുത്തലുകൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ ശക്തമാവുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. ഇത് തമിഴ്നാട്ടിലോ മറ്റോ ആണ് എന്ന് തോന്നുന്നു. ആ ദൃശ്യങ്ങളിലുള്ള ഹോർഡിങ്സും ബോർഡുകളും ഒക്കെ കാണുമ്പോൾ തമിഴിലാണ് ബോർഡുകൾ കാണുന്നത്. തമിഴ്നാട്ടിൽ അദ്ദേഹത്തെ കാണാൻ കാത്തു നിൽക്കുന്ന ജനങ്ങളാണ് ഇരുവശവും ഉള്ളത്. എല്ലാവരും വളരെയധികം ആവേശത്തിലാണ്. എല്ലാവരും കൈയെടുത്ത് കാണിക്കുന്നുണ്ട്. അവരോട് വളരെയധികം സന്തോഷത്തോടുകൂടി അദ്ദേഹവും തിരിച്ച് അഭിവാദ്യം ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ആചാര്യഭാവത്തിലുള്ള ഒരു മനുഷ്യൻ അങ്ങ് ദൂരെ നിന്ന് അദ്ദേഹത്തെ ഇത്തരത്തിൽ ആശീർവദിക്കുന്നത്. വനവാസത്തിന് പോകുന്ന രാമനെ ആശീർവദിക്കുന്ന, കൗസല്യദേവി ആശീർവദിച്ച അതേ ശ്ലോകം ചൊല്ലി ആശീർവദിക്കുന്നത്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഇത്തരത്തിലൊരു ശ്ലോകം, ദൈവത്തിനെ ആശീർവദിച്ച ഒരു ശ്ലോകം ചൊല്ലി ആശീർവദിക്കുക എന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിൽ ഈ മനുഷ്യനുള്ള സ്ഥാനം, മോദി എന്ന ഈ വ്യക്തിയുടെ സ്ഥാനം എത്രമാത്രം മഹത്തരമാണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് രാമന്റെ അമ്മയായ കൗസല്യ ആശീർവദിച്ച അതേ ശ്ലോകം ഇവിടെ മറ്റൊരാൾ മോദിക്ക് വേണ്ടി ഉരുവിടുന്നതിലൂടെ വ്യക്തമാകുന്നത്.